السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് സമയം ഒരു മുസ്ലിമിന് അവൻ്റെ ഒരു ദിവസത്തിൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പദ്ധതികളുണ്ട്, 3 ലക്ഷ്യങ്ങളുണ്ട്. മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്നാണ് നമ്മുടെ വിഷയം. ഒരു മുസ്ലിം അവൻ്റെ ഓരോ ദിവസത്തിലും അവൻ്റെ പ്രഭാതം ആരംഭിക്കുന്നത് മുതൽ അവൻ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും സുപ്രധാനമായ 3 ലക്ഷ്യങ്ങളുണ്ട്. അഹ്ദാഫുൽ മുസ്ലിം അൽ-യൗമിയ്യ എന്ന് പറയാം. 3 കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒരു ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായി അദ്ദേഹത്തിന്റെ ഭാര്യ അത് നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ 3 ലക്ഷ്യങ്ങൾ? ഈ 3 ലക്ഷ്യങ്ങൾ ഓരോ ദിവസവും പൂർത്തീകരിക്കാൻ ഒരു മുസ്ലിം ശ്രദ്ധിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? നിങ്ങൾക്കറിയാം? 3 കാര്യങ്ങൾ. അഹ്ദാഫു അൽ മുസ്ലിം ഫി യൗമിഹി 3. അവൻ്റെ ഓരോ ദിവസത്തിലും അവൻ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ, അവൻ്റെ പദ്ധതികൾ, അജണ്ടകൾ എന്ന് പറയുന്നത് പ്രധാനമായി 3 എണ്ണമാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, സഹാബ വനിതകളുടെ കൂട്ടത്തിലെ പണ്ഡിതയായ സഹാബിയത്താണ്. ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യ റളിയല്ലാഹു അൻഹ 300-ൽ കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫഖീഹത്തായ ഒരു സഹാബിയത്താണ്. അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇദാ സല്ല സുബ്ഹ് ഹീന യുസല്ലിം اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹി നിസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. കാന യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്ന ഈ പ്രയോഗം എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു പ്രവർത്തനമാണ് എന്നറിയിക്കുന്നു. ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ ചൊല്ലുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ചൊല്ലിയിരുന്ന, പതിവാക്കിയിരുന്ന ഒരു പ്രാർത്ഥന, നമുക്ക് ഏറെ സുപരിചിതമായ, നമ്മൾക്കൊക്കെ മനഃപ്പാഠമുണ്ടാകാൻ ഏറെ സാധ്യതയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. ചില റിവായത്തുകളിൽ വഅമലൻ സാലിഹ എന്ന് വന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ അറിവ് നിന്നോട് റബ്ബേ അല്ലാഹുവേ ഞാൻ ചോദിക്കുന്നു. വറിസ്ഖൻ തയ്യിബ, നല്ല വിശിഷ്ടമായ, നല്ല ഹലാലായ റിസ്ഖ്, ഉപജീവനം, ഭക്ഷണം ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന കർമ്മം നിന്നോട് ചോദിക്കുന്നു. അല്ലെങ്കിൽ വഅമലൻ സാലിഹ, സാലിഹായ അമൽ നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതം തുടങ്ങുന്ന സന്ദർഭത്തിൽ പതിവായി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നമുക്ക് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും
ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുറസാഖ് അൽ ബദ്ർ ഹഫിളഹുല്ലാ പറയുന്നത് കാണാം. ഈ പ്രാർത്ഥന وإذا تأملت أيها الأخ الكريم في هذه الدعوة العظيمة التي كان يواظب عليها رسول الله صلى الله عليه وسلم كل يوم بعد أن يصلي الصبح تجد أنها جاءت في وقتها المناسب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി പ്രാർത്ഥിച്ചിരുന്ന ഈ പ്രാർത്ഥനയിൽ, മഹത്തരമായ ഈ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും. എന്ത് കാണാൻ സാധിക്കും? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇത് ഏറ്റവും നല്ല ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ സമയം നോക്കി. ഏറ്റവും തുടക്കത്തിൽ പ്രഭാതം തുടങ്ങുന്ന സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രാർത്ഥിക്കുകയാണ്. പ്രഭാതത്തിന്റെ തുടക്കത്തിൽ തന്നെ, ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഒരു കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു മുസ്ലിം അവന്റെ പ്രഭാതം ആരംഭിക്കുന്നത്. റബ്ബിനോട് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അത് പ്രഭാതത്തിൽ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. നമ്മളത് ചൊല്ലണം. തുടക്കത്തിൽ തന്നെ പ്രഭാതം ദിവസം തുടങ്ങുമ്പോൾ തന്നെ അത് ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്തിട്ടുള്ള ഒരു സമയമാണ്. അല്ലാഹുവേ ബറക്കത്ത് നൽകണമേ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫി ബുകൂരിഹ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് അതിന്റെ പ്രഭാത വേളയിൽ നീ പ്രത്യേകം ബറക്കത്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബറക്കത്തുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ഫജറിന് ശേഷമുള്ള സമയമാണ്. ആ സമയത്തിൽ തന്നെ ഒരു കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഒരു മുസ്ലിം അവന്റെ പ്രഭാതം തുടങ്ങുന്നത് എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ഷെയ്ഖ് പറയുന്നുണ്ട്, അബ്ദുറസാഖ് അൽ ബദ്ർ ഹഫിളഹുല്ലാ, وأيضا إذا تأملت في هذه الأمور الثلاث تجد أنها هي أهداف المسلم تحديدا في يومه. ഈ പറഞ്ഞ 3 കാര്യത്തെക്കുറിച്ച് നീ ചിന്തിച്ചാൽ ഒരു മുസ്ലിമിന്റെ ഓരോ ദിവസവും അവൻ നിർണയിക്കുന്ന ലക്ഷ്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അഹ്ദാഫുൽ മുസ്ലിമി ഫി യൗമിഹി സലാസ. ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തിലുള്ള അവന്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ, അജണ്ട, ലക്ഷ്യം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും, മുസ്ലിമായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ ലക്ഷ്യം വെക്കേണ്ട 3 കാര്യങ്ങളാണ്. എന്നാൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്, വൽറിസ്ഖു ത്വയ്യിബ്, ഹലാലായ റിസ്ക്, വൽഅമലു സ്സാലിഹ്, സൽക്കർമ്മം. ഇതാണ് ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. ഇതാണ് ഓരോ ദിവസവും അവരിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ 3 ലക്ഷ്യങ്ങൾ ഓരോ ദിവസവും അവൻ പൂർത്തീകരിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു പുതിയ അറിവ് കിട്ടാത്ത ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ഹലാലായി സമ്പാദിക്കുന്നതിന് വേണ്ടി അവൻ അധ്വാനിക്കണം. അതാണ് റബ്ബിനോട് രണ്ടാമതായി ചോദിക്കുന്നത്. മൂന്നാമത് സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീഖാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ഇതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ അജണ്ട. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ പ്രഭാതം തുടങ്ങുന്ന ഒരു വിശ്വാസി ഈ പ്രാർത്ഥനയിൽ ഇതുകൊണ്ട് ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 നേട്ടങ്ങളുണ്ട്, 2 ഗുണമുണ്ട്. ഒന്ന്, ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു മുസ്ലിം അവന്റെ ദിവസം തുടങ്ങുന്നത്. ലക്ഷ്യമില്ലാതെ ഏതൊരു കാര്യത്തിൽ പ്രവർത്തിക്കുന്ന അയാൾക്ക് കൃത്യമായൊരു ഗോളില്ല, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ അവന്, പ്രത്യേകിച്ച് അവന്റെ ദുന്യവിയായ ജീവിതത്തിൽ തന്നെ ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓടിയെത്താൻ സാധിക്കില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ ദിവസവും അവൻ നടപ്പിലാക്കേണ്ട 3 പദ്ധതികൾ, 3 ലക്ഷ്യങ്ങൾ, അതിന് അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടാണ് അവന്റെ ജീവിതം തുടങ്ങുന്നത് ദിവസം. ഒന്നാമത്തെ ഒരു കാര്യം ഇതിലുള്ളത്, കൃത്യമായ ലക്ഷ്യബോധം ഇവിടെ ഉണ്ട്. ലക്ഷ്യത്തോടു കൂടി ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവന്റെ പ്രവർത്തനത്തിന് കൂടുതൽ അവന് വിജയത്തിന് കാരണമാകും. രണ്ടാമത്തേത്, ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ തുടങ്ങുന്നത്. റബ്ബിനോട് സഹായം തേടിക്കൊണ്ടാണ് അവൻ തുടങ്ങുന്നത്. ഇവിടെ നോക്ക്,
മൂന്ന് കാര്യങ്ങൾ അള്ളാഹു തആലയോട് ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉപകാരപ്രദമായ അറിവ് നൽകണം, ഹലാലായ റിസ്ഖ് നൽകണം, അതേപോലെ തന്നെ സൽക്കർമ്മം അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മം ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകണം. ഈ മൂന്ന് കാര്യങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാതം ആരംഭിക്കുന്ന വിശ്വാസി പിന്നെ അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കണം. ഇൽമു കൊണ്ട എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാൽ അവൻ അറിവ് കിട്ടുകയില്ല. അതേപോലെ തന്നെ റിസ്ഖ് അന്വേഷിക്കുന്നയാൾ അതിനു വേണ്ട ഹലാലായ രൂപത്തിലേക്ക്, അനുവദിച്ച രൂപത്തിലേക്ക്, അല്ലെങ്കിൽ അനുവദിച്ച കച്ചവടം, അനുവദിച്ച ജോലി ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാൻ അവൻ പണിയെടുക്കണം. സൽക്കർമ്മങ്ങൾ ചെയ്യാനും അവൻ പരിശ്രമിക്കണം. ഈ മൂന്ന് കാര്യം ആദ്യം അല്ലാഹു തആലയോട് ചോദിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദുന്യവിയായ ജീവിതമാകട്ടെ ഉഖ്റവിയായ ജീവിതമാകട്ടെ, അത് വിജയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നടപ്പിലാക്കിയാൽ ഏത് കാര്യം, ഏതൊരാൾക്കും അവന്റെ ദുനിയാവിൽ ഒരു നല്ല വിജയം നേടാനാണെങ്കിലും ഉഖ്റവിയായ ജീവിതത്തിൽ അവൻ വിജയം നേടാനൊക്കെ ഉള്ള മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, വഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യം നീ ആഗ്രഹിക്കുക. പരലോകത്തോ ദുനിയാവിലോ ഉപകാരപ്പെടുന്ന കാര്യം ആഗ്രഹിക്കണം. ആദ്യം ആഗ്രഹം ഉണ്ടാകണം. രണ്ടാമത്തെ വസ്തഈൻ ബില്ലാ, എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കണം, പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് ആദ്യം താല്പര്യമാണ്. രണ്ടാമത് അള്ളാഹുവിനോട് സഹായം ചോദിക്കലാണ്. നമ്മൾക്ക് അനുവദിക്കപ്പെട്ട എന്ത് കാര്യങ്ങളും ആഗ്രഹിക്കാം. അത് ഉപകാരപ്പെടുന്നതാകണം. ഒന്നുകിൽ ദുനിയാവിൽ ഉപകാരപ്പെടുന്നതാകണം, അല്ലെങ്കിൽ പരലോകത്ത് ഉപകാരപ്പെടുന്ന. ഇത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ റബ്ബിനോട് ചോദിക്കണം. വസ്തഈൻ ബില്ലാ, റബ്ബിനോട് ദുആ ചെയ്യണം. മൂന്നാമത്തേത് വലാ തഅജ്ജസ്, പിന്നെ പണിയെടുക്കണം. ഇവിടെയും പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. അള്ളാഹു എനിക്ക് നാഫിയായ ഇൽമു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അയാൾ പിന്നെ ആ ഇൽമു കിട്ടാനുള്ള പണിയെടുക്കണം, വായിക്കണം, അല്ലെങ്കിൽ അത് കിട്ടുന്ന സദസ്സിൽ പോകണം. ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഒരു ദിവസം നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു ഉപകാരപ്രദമായ അറിവ് കിട്ടാത്തൊരു ദിവസം നമ്മൾ ഇന്ന് കടന്നു പോകാൻ പാടില്ല. അപ്പൊ ഇത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു. അത് കിട്ടാനുള്ള മാർഗത്തിനു വേണ്ടി അവൻ പരിശ്രമിക്കുന്നു. രണ്ടാമത്തും അങ്ങനെ തന്നെയാണ്. വരിസ്ഖൻ തയ്യിബാ, തയ്യിബായ ഹലാലായ റിസ്ഖ് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, നമുക്ക് കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊന്നും വിശദീകരിച്ച് പറയാൻ കുറഞ്ഞ പരിമിതമായ സമയമുള്ളൂ. നമ്മൾ അള്ളാഹു തആലയോട് തയ്യിബായ ഹലാലായ റിസ്ഖ് ചോദിച്ചുകൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രഭാതം തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഹറാമായ വഴികളിലേക്ക് എത്തിച്ചേരുകയില്ല. ഹലാലായ സമ്പാദ്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു തആല നമ്മൾക്ക് ഹലാലായി രൂപത്തിൽ സമ്പാദിക്കാനുള്ള തൗഫീഖ് നൽകും. ഇത് റബ്ബിനോട് ചോദിച്ചുകൊണ്ട് ഒരു കച്ചവടത്തിലേക്കോ മറ്റു ജോലിയിലേക്കോ ഇറങ്ങുന്നയാളെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. പല കച്ചവടക്കാരും അവരുടെ കച്ചവടം മെച്ചപ്പെടുത്താൻ വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിക്കും. പക്ഷെ ആത്യന്തികമായി അവന്റെ കച്ചവടത്തിന് ബറക്കത്ത് നൽകേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. റബ്ബിനോട് അവൻ നിരന്തരം എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് അനുവദിക്കപ്പെട്ട രൂപത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കണം. അമലൻ സാലിഹ, മൂന്നാമത്തേത് സൽക്കർമ്മമാണ്. ഈ സൽക്കർമ്മ റബ്ബിനോട് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അതിനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ച് എന്നിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കാൻ. നമ്മൾക്ക് ഒരു കർമ്മം ചെയ്യാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ സാധിക്കൂ. അത് നിരന്തരം നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലൂടെ അള്ളാഹുവിനോട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഇവിടെ അള്ളാഹു തആലയോട് സഹായം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇബാദത്ത് ചെയ്യാനുള്ള സഹായമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു നന്മ ചെയ്യാൻ, ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹുവിനെ കൊണ്ട് നമുക്ക് സാധിക്കും. അള്ളാഹു സഹായിച്ചാലേ സാധിക്കും. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അള്ളാഹ് നൽകണം അതിനുള്ള തൗഫീഖ്. അത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം അവന്റെ പ്രഭാതം ആരംഭിക്കുന്നത്. അപ്പൊ അത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അതിനു വേണ്ട പണിയെടുത്തുകൊണ്ട് കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ഒരു മുസ്ലിം അവന്റെ പ്രഭാതം ആരംഭിക്കുന്നു. ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അജണ്ടകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് മൂന്നും ഇല്ലാത്തൊരു ദിവസം, ഈ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഉപകാരപ്രദമായ അറിവ് കിട്ടുക. എന്താ ഉപകാരപ്രദമായ അറിവെന്ന് പറഞ്ഞാൽ? ഒരു അറിവ് എപ്പോഴാണ് ഉപകാരപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹ ഇൽമൻ നാഫിഅ.
നിങ്ങൾ അള്ളാഹുവിനോട് ഉപകാരപ്രദമായ അറിവ് ചോദിക്കണം. വതഅവ്വദൂ ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഅ. ഉപകാരപ്പെടാത്ത അറിവിൽ നിങ്ങൾ റബ്ബിനോട് രക്ഷ തേടണം. ഇൽമ് നമ്മൾക്ക് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ അറിവായിരിക്കണം. അത് നമ്മൾക്ക് ഉപകാരപ്പെടുക അത് പ്രവർത്തിക്കുന്നതിലൂടെ ആയിരിക്കണം. ശരിയായ അറിവ് നമ്മൾക്ക് കിട്ടി, അത് നമ്മൾ ജീവിതത്തിൽ അത് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾക്കത് ഉപകാരപ്പെടുന്ന അറിവായി മാറുക. അത് റബ്ബിനോട് ചോദിക്കണം. ഉപകാരമില്ലാത്ത പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അറിവെന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ്. ഒന്ന് ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്. അതാണ് ഇവിടെ ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. രണ്ടാമത്തെ ഇൽമുൻ ദാർ, ഉപദ്രവം ഉണ്ടാക്കുന്ന അറിവുകളുണ്ട്. ഇപ്പൊ ഒരാൾ സിഹർ പഠിക്കുകയാണ്. സിഹർ എന്ന് പറഞ്ഞാൽ ഒരു ഉപദ്രവകരമായ ഹറാമായ ഇൽമൻ. മൂന്നാമത്തെ ഇൽമുൻ ലാ ഖൈറ ഫീഹി, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഖൈറുല്ലാത്ത ഇൽമു ഉണ്ടാകും. ഒന്ന് ഉപകാരപ്രദമായ അറിവ്, 2 ഉപദ്രവം ഉണ്ടാക്കുന്ന അറിവ്, 3 ഒരു ഉപകാരവും ഇല്ലാത്ത അറിവ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപകാരമുള്ള അറിവാണ് ചോദിക്കാൻ പറഞ്ഞത്. അപ്പോ ഉപകാരപ്പെടുന്ന അറിവ് ചോദിച്ചുകൊണ്ട് തുടങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കണം. അവ്വലു വാജിബിൻ അലൽ അബീദി മഅരിഫത്തുർ റഹ്മാനി ബിത്തൗഹീദി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ ഒന്നാമത്തെ ബാധ്യത അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. ബിത്തൗഹീദി, തൗഹീദോടുകൂടി, തൗഹീദ് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു അടിമയുടെ ഒന്നാമത്തെ ബാധ്യത. അപ്പം ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന അറിവ് എന്ന് പറഞ്ഞാൽ തൗഹീദുമായി ബന്ധപ്പെട്ട, അല്ലാഹു തആലയുമായി ബന്ധപ്പെട്ട അറിവാണ്. നമ്മൾ പഠിക്കണം. അത് പഠിക്കാനുണ്ട്, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ തന്നെ, അവർക്ക് തന്നെ നിരന്തരം ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അല്ലാഹു തആലയെ കുറിച്ച് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു ദിവസം നമ്മൾക്ക് ഒരു അറിവ് കിട്ടാത്ത, ഒരു പുതിയ ദീനിയായ ഒരു പുതിയ അറിവ് കിട്ടാത്ത ഒരു ദിവസം കടന്നു പോകരുത്. നമ്മളൊന്ന് നോക്കും, ഇന്നത്തെ ഒരു ദിവസം, ഈ ഒരു സമയം അത്രയും കഴിഞ്ഞപ്പോഴേക്കും ഒരു പുതിയ അറിവ് ദീനി രംഗത്ത്, ശർഈയായ വിജ്ഞാനത്തിൽ ഒരു പുതിയ അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കണം. ഇന്നലെ ഓരോ ദിവസം എടുത്ത് പരിശോധിച്ച് നോക്ക്. സലഫുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ വൈകുന്നേരമാകുമ്പോൾ അവർക്ക് കരച്ചിലാണ്. അതിനുള്ള കാരണം എന്താണ്? ഇന്ന് അവർ പ്രതീക്ഷിച്ചത്ര കൂടുതൽ അറിവ് സമ്പാദിക്കാൻ സാധിച്ചില്ല എന്ന സങ്കടമാണ്. തീരെ കിട്ടിയില്ല എന്നല്ല, അവർ പ്രതീക്ഷിച്ചത്ര അറിവ് സമ്പാദിക്കാൻ സാധിച്ചില്ല എന്ന സങ്കടം കൊണ്ട് കരയുന്ന മുൻഗാമികൾ ഉണ്ടായിരുന്നു. നമ്മളെ കുറിച്ച് ചിന്തിച്ച്, നമ്മുടെ ദീനിയായ പഠനത്തെക്കുറിച്ച് നമ്മൾ ആത്മാർത്ഥമായി സത്യസന്ധമായി സ്ത്രീകളും പുരുഷന്മാരും ഒന്ന് പരിശോധിച്ചു നോക്കും. നമ്മൾ ചിലപ്പോൾ ഗൗരവത്തിൽ പലതും പഠിച്ചിട്ടുണ്ടാകും. ഭൗതിക വിജ്ഞാനം വളരെ ഗൗരവത്തിൽ പഠിച്ച ആളുകൾ ഈ സദസ്സിലുണ്ടാകും. നോട്ട് പുസ്തകമെടുത്ത് കൃത്യമായി ടൈം പ്ലാൻ ചെയ്ത് ഒരു ദിവസം ഇത്ര പഠിക്കണം, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആള് എത്ര പ്ലാൻ ചെയ്തിട്ടാണ് പഠിക്കുക. അങ്ങനെ വളരെ ഗൗരവത്തിൽ പഠിച്ച സ്ത്രീകളും പുരുഷന്മാരും ഈ കൂട്ടത്തിൽ ഉണ്ടാകും. പക്ഷെ അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ കലാം, തൗഹീദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, സുന്ന, ഇത് വളരെ ഗൗരവത്തിൽ, ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പോയിരുന്ന് പിന്നെ അടുത്ത ക്ലാസ്സിൽ പോയിരിക്കുക, അങ്ങനെയല്ല, ഗൗരവത്തിൽ എത്രത്തോളം നമ്മൾക്ക് പഠിക്കാൻ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അത് സാധിക്കും. അത് ഏതെങ്കിലും അറബി കോളേജിൽ പഠിക്കുന്ന ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു സംഭവമല്ല. അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി വെച്ചുകൊണ്ട് ദീനി പഠനം നിർവഹിക്കാൻ നമ്മൾക്ക് സാധിക്കണം. എത്രയോ കഴിവുള്ള ആളുകളുണ്ട്. മറ്റു രംഗത്ത് അവരുടെ ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന എത്രയോ ആൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. എന്തുകൊണ്ട് അവർക്ക് ദീനി പഠന രംഗത്തേക്ക് വന്നുകൂടാ? സാധിക്കും. നമുക്ക് എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പഠനം, ആ രംഗത്തേക്ക് വരാൻ നമ്മൾക്ക് സാധിക്കണം. അതിന് അധ്വാനിക്കണം. എനിക്ക് വലിയ പണ്ഡിതനാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാളും പണ്ഡിതനാകൂല. ലൗ കാന ഹാദൽ ഇൽമു യുദ്റകു ബിൽ മുന മാ കാന യബ്ഖാ ഫിൽ ബരിയതി ജാഹിലു. ഇമാം ശാഫിഈ അദ്ദേഹം പറഞ്ഞതായിട്ട് പറയുന്ന ബൈത്തുകളാണ്. ലൗ കാന ഹാദൽ ഇൽമു യുദ്റകു ബിൽ മുന, ആഗ്രഹം കൊണ്ട് അറിവ് കിട്ടുമായിരുന്നുവെങ്കിൽ മാ കാന യബ്ഖാ ഫിൽ ബരിയതി ജാഹിലു, ഈ സൃഷ്ടികൾക്കിടയിൽ ഒരു ജാഹിലും ഉണ്ടാവില്ല, എല്ലാവരും പണ്ഡിതന്മാരായിരിക്കും. ആർക്കാണ് അറിവുണ്ടാകണമെന്ന് ആഗ്രഹമില്ലാത്തത്? ആഗ്രഹം കൊണ്ട് മാത്രം അറിവ് കിട്ടുമായിരുന്നുവെങ്കിൽ എല്ലാവരും പണ്ഡിതന്മാരായിരിക്കും.
പക്ഷെ അറിവ് എങ്ങനെ കിട്ടും? ഫജ്ഹദ്, നീ നന്നായി പണിയെടുക്കണം. വലാ തക്സൽ, നീ മടി കാണിക്കരുത്. വലാ തകു ഗാഫിലൻ, നീ അശ്രദ്ധനാകരുത്. അശ്രദ്ധ കാണിക്കാതെ ശ്രദ്ധയോടുകൂടി മടി കൂടാതെ നന്നായി പരിശ്രമിക്കണം. ഫനദാമത്തുൽ ഉഖ്ബാ ലിമൻ യതകാസലു, മടി കാണിക്കുന്നവനാണ് ഖേദകരമായ പര്യവസാനമുള്ളത്. നമുക്ക് നമ്മൾക്കൊക്കെ സാധിക്കും. ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാ ആളുകൾക്കും മതപഠനം സാധ്യമാണ്. നമ്മൾ പഠിച്ചു വലിയ പണ്ഡിതനായിക്കൊള്ളുന്നില്ല, പക്ഷെ ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയം, ഇന്ന് മലയാളത്തിൽ തന്നെ ഇഷ്ടം പോലെ നല്ല സത്യസന്ധമായി ദീൻ പഠിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതിൽ കുറച്ച് സമയം, ഒരു ദിവസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സമയം, കുറച്ച് സമയം പതിവായി പഠിക്കാൻ നമുക്ക് പറ്റണം. അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ ഇൽമ അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഇൽമ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം. റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങിയാലോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതിൽ രാവിലെ പ്രാർത്ഥിച്ച് പിന്നെ കിടക്കും വരെ ഒരു പുതിയ ദീനീയായ മതപരമായ ഒരു അറിവ് കിട്ടണമെന്ന് ചിന്തിക്കാതെ നടന്നാൽ ഒരിക്കലും അറിവ് കിട്ടൂല. അതുകൊണ്ട് നമ്മൾക്ക് സാധിക്കും. നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്. എത്രയോ മണിക്കൂറുകൾ നമ്മൾ ഭൗതിക പഠനം നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇതോടുകൂടി തീരും. എന്നാൽ റബ്ബിന്റെ അടുത്ത് ഉപകാരപ്പെടുന്ന, നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന, നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഏറ്റവും മഹത്തരമായ സത്യസന്ധമായ നീയത്തോടുകൂടി നമ്മൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിനോളം വരുന്ന ഒന്നുമില്ല എന്നാണ്. ഒന്നുമില്ല. കൃത്യമായ അറിവുണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ എന്ന് ആദ്യം പറയാനുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, റിസ്ഖുൻ തയ്യിബ്, ഹലാലായ സമ്പാദ്യം ഒരാൾക്ക് സമ്പാദിക്കണമെങ്കിൽ അറിവുണ്ടാകണം. ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണ്, ഇന്ന ജോലി തെറ്റാണ് എന്ന് പഠിച്ച ഒരാൾക്ക് ഹലാലായ സമ്പാദ്യം അയാളുടെ സമ്പത്തിൽ ഹറാമ് കലരാതെ ശ്രദ്ധിക്കാൻ സാധിക്കും. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യയോഗ്യമായ അമൽ ഒരാൾക്ക് ചെയ്യണമെങ്കിൽ ഒരു അമൽ എപ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുക? എന്നാൽ പഠിച്ചാൽ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അറിവില്ലാത്തത് കൊണ്ട് എത്രയോ ആളുകൾ ബിദ്അത്തിന്റെ പിന്നാലെ പോയി, അറിവില്ലാത്തതിന്റെ പേരിൽ ദലാലത്തിലേക്ക് പോയി എത്ര ആളുകളുണ്ട്. അവർ ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല, അത് സ്ഥിരപ്പെടാത്ത അമലായതുകൊണ്ട്. അപ്പോ അമലിനാണെങ്കിലും റിസ്ഖുൻ തയ്യിബനാണെങ്കിലും ഇൽമ് ഉണ്ടാകണം. അതുകൊണ്ടാണ് ആദ്യം തന്നെ അള്ളാഹുവിനോട് ഉപകാരപ്രദമായ ഇൽമ് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് തുടങ്ങിയത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഠനം അത് ഏറ്റവും പ്രധാനമാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ നമുക്ക് പറ്റണം. ഏത് ജോലിക്കാരനാണെങ്കിലും, ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്, ശരിയാണ്, പക്ഷെ നമുക്കൊരു അരമണിക്കൂർ ദീനി പഠനത്തിന് മാറ്റിവെക്കാൻ സാധിക്കണം. വളരെ വ്യവസ്ഥാപിതമായി എടുത്ത ദർസുകളുണ്ട്, മലയാളത്തിലുണ്ട്, മറ്റു ഭാഷകൾ അറിയുന്ന ആളുകൾ ഉണ്ടാകും. അവർക്കൊക്കെ പഠിക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് ഗൗരവത്തിൽ ഒരു പഠനം നമ്മൾക്ക് പറ്റണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തേത്, ഈ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയിൽ ഉള്ളത് റിസ്ഖൻ തയ്യിബ, തയ്യിബായ റിസ്ഖ് അള്ളാഹുവിനെ എന്നോട് ഞാൻ ചോദിക്കുന്നു. റിസ്ഖിന്റെ കൂട്ടത്തിൽ ഖബീസായ റിസ്ഖുമുണ്ട്, തയ്യിബായ റിസ്ഖുമുണ്ട്. നല്ല ഉപജീവനവുമുണ്ട്, മോശപ്പെട്ടതുമുണ്ട്. ഖബീസ് എന്ന് പറഞ്ഞാൽ ഹറാമായത്. സമ്പാദ്യം ഹലാലാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രഭാതം ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. നമ്മുടെ സമ്പാദ്യത്തിലേക്ക് ഹറാമ് വരാതെ അള്ളാഹു നമ്മളെ കാക്കും. തയ്യിബായ റിസ്ഖ് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് ഒരു കച്ചവടക്കാരന്റെ കച്ചവടം ആരംഭിച്ചാൽ അള്ളാഹുവിന്റെ ബറക്കത്ത് അവനിൽ ഉണ്ടാകും. റബ്ബിനോട് നിരന്തരം ചോദിക്കുക. ഏത് ജോലിക്കാരാണെങ്കിലും അവരുടെ ജോലിയിൽ എളുപ്പമുണ്ടാകാൻ, ഹറാമായ സമ്പാദ്യം എന്റെ സമ്പാദ്യത്തിൽ കലരരുതേ എന്ന ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്ത്
ജീവിച്ചാൽ അള്ളാഹു അവനെ ആ രൂപത്തിൽ അവനെ സംരക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അം മിൻ ഹലാലിൻ അം മിൻ ഹറാം. സമ്പാദ്യം, അവന്റെ സമ്പത്ത് എങ്ങനെ അവൻ സ്വീകരിച്ചു എന്ന് അവൻ പരിഗണിക്കുകയില്ല. ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ എന്ന് പരിഗണിക്കാതെ സമ്പാദിച്ചു കൂട്ടുന്ന ഒരു സമയം വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകളെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഹലാലായി മാത്രം സമ്പാദിക്കണമെന്ന് ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട്. വളരെ ചില കച്ചവടക്കാരുടെ വായിലൂടെ വന്നിട്ടുള്ള സംസാരങ്ങൾ കേട്ടിട്ടുണ്ട്. ഹലാലും ഹറാമും പരിഗണിച്ച് കച്ചവടം ചെയ്താൽ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂല എന്ന് പറയുന്ന എത്ര കച്ചവടക്കാരുണ്ട്. എന്നാൽ അത് തീർത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങൾക്കെതിരാണ്. ഹലാലായ സമ്പാദ്യം, ഹലാലായ എന്തു സമ്പാദ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലു റജുലി ബിയദി, ഒരാൾ തന്റെ കൈ കൊണ്ട് അധ്വാനിക്കുന്ന, അതിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്താണ്. വകുല്ലു ബൈഇൻ മബ്റൂർ, അനുവദിക്കപ്പെട്ട ഏത് കച്ചവടത്തിലൂടെയും നമുക്ക് സമ്പാദിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഏറ്റവും നല്ല സമ്പാദ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കച്ചവട രംഗത്ത് പ്രത്യേകിച്ചും സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ സൂക്ഷ്മത പാലിച്ച ആളുകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താജിറു അസ്സദൂഖുൽ അമീൻ, സത്യസന്ധനായ വിശ്വസ്തനായ ഒരു കച്ചവടക്കാരൻ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ, നാളെ പരലോകത്ത് നബിമാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലിയ കാര്യമാണ്. കാരണം കച്ചവട രംഗത്ത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് ഹറാമ് കലരാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർക്ക് നാളെ സ്വർഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്ക് എത്ര വലിയ കാര്യമാണ്. ഇവിടെ ഹലാലായ സമ്പാദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത് ഭാര്യമാരും ശ്രദ്ധിക്കണം. സലഫുകളുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ പറയും, ഇന്നാ നസ്ബിറു അലാ ജൂ വലാ നസ്ബിറു അലാ അന്നാർ, ഞങ്ങൾ വിശപ്പിന്റെ ചൂട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളത് ക്ഷമിക്കും, പക്ഷെ നരകത്തിന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യമാർ ഭർത്താക്കന്മാരെ ജോലിക്ക് പറഞ്ഞേക്കാറുള്ളത്. മുൻഗാമികളുടെ ഭാര്യമാർ തന്റെ ഭർത്താവ് ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ശക്തമായി അതിൽ ഇടപെടണം. കാരണം കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹ്, ഏതൊരു ശരീരവും ഏതൊരു മാംസവും ഹറാമിലൂടെയാണ് വളർന്നതെങ്കിൽ ആ ശരീരത്തിന്, ആ മാംസത്തിന് ഏറ്റവും യോജിച്ചത് നരകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റിസ്ഖുൻ തയ്യിബ്, തയ്യിബായ റിസ്ഖ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചോദിച്ച കാര്യമാണ്. ഹലാലായ സമ്പാദ്യം, പണിക്ക് പോകണം, ജോലിക്ക് പോവുക എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. സഈദ് ഇബ്നു അൽ മുസയ്യിബ് റഹിമഹുല്ലാഹ്, മഹാനായ താബിഈയാണ്, അദ്ദേഹം പറഞ്ഞത് കാണാം, ലാ ഖൈറ ഫീ മൻ ലാ യുരീദു ജംഅൽ മാൽ, സമ്പാദിക്കുക, സമ്പത്തുണ്ടാക്കുക എന്ന് ആഗ്രഹിക്കാത്തവനിൽ യാതൊരു നന്മയുമില്ല. സമ്പത്ത് ഒരുമിച്ച് കൂട്ടണം എന്ന് ആഗ്രഹിക്കാത്തവനിൽ യാതൊരു നന്മയുമില്ല. മിൻ ഹില്ലിഹി, എങ്ങനെ സമ്പാദിക്കുക? ഹലാലായ രൂപത്തിൽ സമ്പാദ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാത്തവനിൽ, സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാത്തവനിൽ ഒരു നന്മയുമില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഹലാലായ രൂപത്തിൽ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് ആഗ്രഹിക്കാത്തവനിൽ യാതൊരു നന്മയുമില്ല. എന്തിനാണ് അവൻ ഹലാലായ രൂപത്തിൽ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കേണ്ടത്? യകുഫു ബിഹി വജ്ഹഹു അനിന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പണിയില്ല, കയ്യിലൊന്നുമില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളത് തീർത്തും ശരിയല്ലാത്ത കാര്യമാണ്. എന്തിനാണ് സമ്പാദിക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടാതിരിക്കാനാണ്. നമ്മൾ എന്തിനാണ് സമ്പാദിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ചെലവിൽ ജീവിക്കാതിരിക്കാനാണ്.
വയസിലു ബിഹി റഹിമ, ആ സമ്പത്ത് ഉപയോഗിച്ച് കുടുംബബന്ധം ചേർക്കാനാണ്. വയുഅതി മിൻഹു ഹഖ്ഖ, ആ സമ്പത്തിന് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ രൂപത്തിൽ സമ്പാദിക്കാൻ എല്ലാവരും ആഗ്രഹിക്കണം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിനോടുള്ള ഇഷ്ടം മനുഷ്യനുണ്ടാകും, അത് വിലക്കപ്പെട്ടതല്ല. പക്ഷേ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, കഠിനമായ സമ്പത്തിനോടുള്ള ആർത്തി ഇസ്ലാം എതിർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഓരോ ഉമ്മത്തിനും ഫിത്നയുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിന്റെ ഫിത്ന സമ്പത്താണ്. സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതും ഫിത്നയാണ്, സമ്പത്ത് ഇല്ലാതിരിക്കുക എന്നുള്ളതും ഫിത്നയാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും മക്കളും ദുനിയാവിന്റെ അലങ്കാരമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞതുപോലെ തന്നെ ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, സമ്പത്തും മക്കളും പരീക്ഷണം കൂടിയാണ്. അപ്പൊ സമ്പാദ്യം ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഹറാമിലൂടെയാണ് സമ്പാദിച്ചതെങ്കിൽ അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുക. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസായിരിക്കും, ഒരു മുടി ജട കുത്തിയയാൾ, ശരീരത്തിൽ ചളി പുരണ്ട ഒരാൾ, മരുഭൂമിയിലൂടെ ദീർഘദൂരം യാത്ര ചെയ്ത അദ്ദേഹം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പക്ഷേ അയാളുടെ എല്ലാം ഹറാമാണ്. അദ്ദേഹത്തിന്റെ അയാളുടെ പാനീയം, വെള്ളം, വസ്ത്രം, അയാളെല്ലാം നിലക്കും ഹറാമിലാണ് വളർന്നിട്ടുള്ളത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉത്തരം കിട്ടുക? ഉത്തരം കിട്ടാനുള്ള സാധ്യത ഏറെ കുറവാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു നിരവധി സബബുകൾ അയാളിലുണ്ട്. നോക്കൂ, യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. അയാൾ ഒരു യാത്രക്കാരനാണ്. ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ടുണ്ട്. കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നാമം റബ്ബ് എന്നുള്ള പദം വിളിച്ചുകൊണ്ടാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ച് ദുആ ചെയ്യുക എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള കാര്യമാണ്. റബ്ബി റബ്ബി ആവർത്തിച്ച് ദുആ ചെയ്യുന്നുണ്ട്, അത് മറ്റൊരു മര്യാദയാണ്. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ, അതേപോലത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ ഒരു മുദ്ദറിന്റെ അവസ്ഥയാണ്. മുദ്ദറിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നിരവധി സാഹചര്യങ്ങളുള്ള ഒരു അവസ്ഥയിലായിരുന്നിട്ട് കൂടി അയാൾക്ക് എങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയാളുടെ ജീവിതത്തിൽ, അയാളുടെ സമ്പാദ്യത്തിൽ ഹറാം ഉള്ളത് കൊണ്ടാണ്. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ലഅൻ യത്റുക الرجل درهما حراما خير له من ان يتصدق ب1100 ദിർഹം. ശ്രദ്ധിക്കണം, ഒരു ദിർഹം, ഹറാമായ ഒരു ദിർഹം വേണ്ട എന്ന് വെക്കലാണ് 1,00,000 ദിർഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുന്നേക്കാൾ ഖൈർ. നമ്മുടെ നാട്ടിൽ പറഞ്ഞ 1 രൂപ ഹറാമായത് വേണ്ട എന്ന് വെക്കലാണ് 1,00,000 രൂപ സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ ഖൈർ. ഒരുപാട് ഹറാമായ രൂപത്തിൽ സമ്പാദിച്ചിട്ട് കുറെ സ്വതക്ക കൊടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പോ വരിസ്ഖൻ തയ്യിബ, ഒരു മുസ്ലിമിന്റെ ഓരോ ദിവസവും ഉള്ള പ്രധാനപ്പെട്ട പദ്ധതികളിൽ രണ്ടാമത്തേതാണ് തയ്യിബായ റിസ്ഖ് റബ്ബിനോട് ചോദിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്. പണിയെടുക്കണം. അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ്, മഹാനായ താബിഈൻ, അദ്ദേഹം യുവാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, യാ മഅശറ ശബാബ് ഇഹ്തരിഫു, യുവാക്കളെ നിങ്ങൾ പണിക്ക് പോകണം, ജോലി ചെയ്യണം. പണിയില്ലാത്ത ആൾക്കാർ പണിയെടുക്കാതെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. പണിക്ക് പോകൂല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നി ലഅക്റഹു റജുല ഇന്നി ലഅക്റഹു അൻ അറ റജുല ഫാരിഗൻ ലാ ഫി അമലി ദുനിയ വലാ ഫി അമലി ആഖിറ. ഒരാളെ എനിക്ക് ഇഷ്ടമില്ല, അയാൾക്ക് ദുനിയാവിൽ ഉപകാരപ്പെടുന്ന പണിയില്ല, പരലോകത്ത് ഉപകാരപ്പെടുന്ന പണിയില്ല. ഒരു പണിയില്ലാതെ തെക്ക് വടക്ക് നടക്കുന്ന ആളുകൾ എനിക്ക് ഇഷ്ടമില്ല എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അധ്വാനിക്കണം. ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുക, അതിന്റെ പരിശ്രമിക്കുക. വഅമലൻ മുതഖബ്ബല. മൂന്നാമത്തെ കാര്യം, സ്വീകരിക്കപ്പെടുന്ന അമൽ, അമലുൻ സാലിഹ്. അമലൻ സാലിഹ എന്നും റിവായത്തുണ്ട്. സാലിഹായ അമൽ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടായിരിക്കണം ഒരു മുസ്ലിം അവന്റെ പ്രഭാതം ആരംഭിക്കേണ്ടത്. സൽക്കർമ്മം, നിരവധി സൽക്കർമ്മങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്.
അത് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. എപ്പോഴാണ് ഒരു കർമ്മം അമലുൻ സാലിഹാവുക? എപ്പോഴാണ് ഒരു കർമ്മം അമലുൻ മുതഖബ്ബലാവുക, അള്ളാഹു സ്വീകരിക്കുന്ന അമലാവുക? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു തആല ജീവിത മരണങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഹ്സനായ അമൽ ചെയ്യുന്ന ആളാരാണെന്ന് പരിശോധിക്കാനാണ്. അക്സറു അമല, കൂടുതൽ അമൽ ചെയ്യുന്നത് ആരാണ് എന്ന് പരിശോധിക്കാനല്ല. എന്താണ് അഹ്സനു അമൽ എന്ന് പറഞ്ഞാൽ? മഹാനായ സുഫിയാനു അസ്സൗരി റഹിമഹുല്ലാഹ് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അഖ്ലസുഹു വഅസ്വബുഹു. അഹ്സനു അമല എന്ന് പറഞ്ഞാൽ ഏറ്റവും അഖ്ലസായ, ഏറ്റവും അസ്വബായ അമൽ എന്നാണ്. ആളുകൾ ചോദിച്ചു, യാ അബ അലി മാ അഖ്ലസുഹു വമാ അസ്വബുഹു, എന്താണ് ഈ അഖ്ലസായ അമൽ, അസ്വബായ അമൽ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പറഞ്ഞു, ഒരു അമൽ അള്ളാഹ്ക്ക് വേണ്ടി ഖാലിസായ അമലാണെങ്കിൽ, ഒരു അമൽ ഖാലിസായ അമലാണ് പക്ഷെ സവാബല്ല എങ്കിൽ അത് സ്വീകരിക്കൂല. ഒരു അമൽ സവാബാണ് പക്ഷെ ഖാലിസ് അല്ലെങ്കിൽ അതും സ്വീകരിക്കൂല. എന്താണ് ഈ ഖാലിസ്, എന്താണ് സവാബ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞു, വൽ ഖാലിസു മാ കാന ലില്ലാഹ്. ഒരു അമൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത അമലായിരിക്കണം. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള അമലായിരിക്കണം. വസ്സവാബു മാ കാന അല സുന്ന. സവാബ് എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കർമ്മമായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഒരു അമൽ സാലിഹാകുള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, അറിയാത്ത ആളുകൾ ഉണ്ടാകും. നല്ല ഇഖ്ലാസോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കർമ്മം ചെയ്താൽ അത് അമലുൻ സാലിഹായി അള്ളാഹു പരിഗണിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു അമലാണ്, പക്ഷേ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അതും അമലുൻ സാലിഹാകൂല. അമലുൻ സാലിഹാകണമെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാകണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇദാ ലം തുഖ്ലിസ് ഫലാ തതഅബ്. നിനക്ക് ഇഖ്ലാസ് ഇല്ലെങ്കിൽ നീ പണിയെടുത്ത് ക്ഷീണിക്കരുത്. പണിയെടുത്ത് ക്ഷീണിക്കണ്ട എന്ന് പറഞ്ഞത്. ഇഖ്ലാസ് ഇല്ലെങ്കിൽ പിന്നെ എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല, അത് അള്ളാഹു സ്വീകരിക്കൂല. അതേപോലെ തന്നെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന അമലാണ്, പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു അമൽ എത്ര ഇഖ്ലാസോടുകൂടി ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂല. ഇത് ഏറ്റവും മനോഹരമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സലഫുകളുടെ ചരിത്രത്തിൽ. നമുക്ക് ചില ആളുകൾ പറയും നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നിസ്കാരല്ലേ, നോമ്പല്ലേ, ദിക്റല്ലേ, അന്നദാനല്ലേ, സദഖല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സാധുക്കൾ ഇഖ്ലാസോടുകൂടി അവർ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ സമ്പാദ്യം ചെലവഴിച്ച് എത്രയോ ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്ത എത്രയോ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ ബുദ്ധിയോട് ചിന്തിക്കാണ്, എനിക്ക് ഇഖ്ലാസ് ഉണ്ട്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്, പിന്നെ ഈ ചെയ്യണതൊക്കെ നിസ്കാരം, നോമ്പ്, സദഖല്ലേ, അതിനിപ്പോ എന്താ പ്രശ്നം എന്നാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ്, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സംഭവം പ്രത്യേകം ഉദ്ധരിച്ചുകൊണ്ട് ബിദ്അത്തിന്റെ കക്ഷികളുടെ വാദത്തെ പൊളിക്കാറുണ്ട്. എന്താണ്? ഒരിക്കൽ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് മഹാന താബിഈയാണ്, സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച മഹാപണ്ഡിതനാണ്. ഒരിക്കൽ ഒരാൾ സുബഹിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ പിന്നെ വേറെ നിസ്കാരമില്ല. ഇദ്ദേഹം സുബഹിസ്കരിച്ചിട്ട് ദീർഘമായി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കാണ്. രണ്ടറക്കാത്ത് വെച്ചിട്ട് അങ്ങനെ നിസ്കരിക്കാൻ. അപ്പോൾ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ തടഞ്ഞു. പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, ഈ സാധു, യാ അബ മുഹമ്മദ് അയുഅദ്ദിബുനില്ലാഹു അലസ്സലാ, ഞാൻ നിസ്കരിക്കാണ് ചെയ്യുന്നത്, നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചു. സാധു ചിന്തിക്കാണ്, നിസ്കരിച്ചപ്പോ എങ്ങനെ ശിക്ഷ കിട്ടുക? നിസ്കാരം, ആ നിസ്കാരത്തിൽ ഒരുപാട് ദുആ ഉണ്ട്, ദിക്റുണ്ട്, അള്ളാഹുവിനെ സ്മരിക്കാണ്, ഖുശൂഅോടുകൂടിയിട്ട് നിസ്കരിക്കുന്നുണ്ടാകുക. അപ്പൊ എന്താണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ്, ഇല്ല, നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു തആല നിന്നെ ശിക്ഷിക്കുകയില്ല, വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്നഹ്, സുന്നത്തിനെതിരായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കെതിരായി പ്രവർത്തിച്ചു എന്ന കാരണത്താൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. റസൂൽ പറഞ്ഞാണ് ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത്.
അപ്പൊ നിസ്കാരല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് തോന്നിയതുപോലെ ഏത് കർമ്മവും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണമെന്ന ഉദ്ദേശത്തിലാണോ സ്ഥിരപ്പെട്ട ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഒരു സംശയവുമില്ലാത്ത വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിൽ തന്നെ സ്ഥിരപ്പെട്ട നിരവധി കർമ്മങ്ങളുണ്ട്. അമലുൽ യൗമി വല്ലൈല, മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് വേറെ പഠിപ്പിക്കപ്പെടേണ്ട വിഷയമാണത്. ഒരു മുസ്ലിം ഉണരുന്നത് മുതൽ അവൻ വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള നിരവധി നിർബന്ധവും ഐച്ഛികവുമായ നിരവധി കർമ്മങ്ങളുണ്ട്. സ്ഥിരപ്പെട്ട ഒരാൾക്കും തർക്കമില്ലാത്ത കർമ്മങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ചെയ്യാൻ ഒരു മുസ്ലിം തയ്യാറായാൽ വേറെ വിദേഹത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ സമയം ഉണ്ടാകൂല. അത് നമ്മൾ പഠിക്കണം, പഠിച്ചാലേ നമുക്കത് മനസ്സിലാകുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അഹ്ദാഫുൽ മുസ്ലിമി ഫീ യൗമിഹി, ഒരു മുസ്ലിമിന്റെ അവൻ ഓരോ ദിവസവും നേടിയെടുക്കേണ്ട, അവൻ പ്രാപിക്കേണ്ട 3 ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു മുസ്ലിം ജീവിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഉപകാരപ്രദമായ അറിവ്, ആ അറിവാണ് അവനെ ബാക്കിയുള്ളതിൻ്റെക്ക് അഥവാ ശർഈയായ ഇൽമ്, അതാണ് ഇതിൽ ഒന്നാമതായി ഉദ്ദേശിക്കുന്നത്. ഇൽമുൻ നാഫി എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ. നമ്മളിന്ന് പഠിച്ച് നമ്മുടെ സമയം വളരെ കുറവാണ്, കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സമയമായി. എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കിയ ഈ പറഞ്ഞ പ്രാർത്ഥന നമ്മൾ ചിലപ്പോൾ പതിവായി ചൊല്ലുന്നുണ്ടാകും, കുറച്ചും കൂടി മനസ്സാന്നിധ്യത്തോടു കൂടി. അപ്പൊ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട മര്യാദയാണ് ഹൃദയത്തിൽ തട്ടി ദുആ ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ യാന്ത്രികമായി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, രാവിലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥിരമായിട്ട് ചൊല്ലുന്ന ആളുകൾ. പക്ഷെ എന്താണ് ഈ ചോദിക്കുന്നത്? ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു മുസ്ലിമിന് ഒരു ലക്ഷ്യം, ഇന്നത്തെ ഒരു ദിവസത്തെ അവന്റെ അഹ്ദാഫ് അവന്റെ കൺമുമ്പിൽ ഉള്ളതുപോലെ ഇന്ന് എനിക്ക് നേടിയെടുക്കേണ്ട 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട് എന്ന ചിന്ത അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മനസ്സിൽ വരണം. ഇന്നൊരു പുതിയ അറിവ്, ഏറ്റവും ചുരുങ്ങിയത് ഒരു അറിവെങ്കിലും എനിക്ക് കൂടുതൽ കിട്ടണം, ദീനിയായ അറിവ്. അമലുൻ സാലിഹ് വർദ്ധിപ്പിക്കാൻ സാധിക്കണം. തയ്യിബായ റിസ്ഖ്, ഹറാമ് കലരാത്ത ഉപജീവനം, സമ്പാദ്യം എനിക്ക് നേടിയെടുക്കാൻ പറ്റണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? മനസ്സിൽ തട്ടിയുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുള്ളൂ. ഫഅലമു അന്ന അല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്ന് ഒരു ദുആ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. ഇതൊരിക്കലും ഒരു ദിവസം പോലും ഇത് പ്രാർത്ഥിക്കാതെ നമ്മൾ പോകരുത്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകും. ഓരോ ദിവസവും ഒന്ന് എന്തൊക്കെ ചെയ്യണം, ഒരു അറിവ്, ദീനിയായ ഒരു എത്രയോ കാര്യം. നമ്മൾ മൊബൈൽ തുറന്ന് നമുക്ക് പുതിയ അറിവ് കിട്ടാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്. നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള സമയം. എനിക്ക് സാന്ദർഭികമായിട്ട് പറയല, ഈ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഗ്രൂപ്പ് ഉണ്ടാവും എനിക്കറിയില്ല, ആ ഗ്രൂപ്പിൽ ഡെയിലി ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ അഖീദ പഠിക്കുന്ന ഒരു ദർസ്, അതിന്റെ ബാക്കി, അങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ പരന്ന് പഠിക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ ചിട്ടയോടുകൂടി പഠിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഒരു ഒറ്റ ഹദീസ് മാത്രം മതി. നോക്ക്, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനും പഠിക്കൽ നിർബന്ധമാണ്. ഓരോ മുസ്ലിമും പഠിക്കൽ നിർബന്ധമായ ഒരു പരിധിയുണ്ട്. അതിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ നമുക്ക് ഒരു നിർബന്ധം ഒഴിവാക്കിയതിന്റെ കുറ്റം ഉണ്ടാകും. ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് വഇന്ന താലിബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈ, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന ഒരാൾക്ക് വേണ്ടി എല്ലാ വസ്തുക്കളും ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. ഹത്തൽ ഹൈതാനു ഫിൽ ബഹർ, കടലിലെ മത്സ്യങ്ങൾ വരെ. നമ്മൾ കേട്ട ഹദീസായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്ക്, കടലിൽ എത്ര മത്സ്യങ്ങളുണ്ട്. ഈ മത്സ്യങ്ങൾ മാത്രം എടുത്താൽ മതി. എല്ലാ ജീവികളും നമുക്ക് വേണ്ടി, താലിബുൽ ഇൽമിന് വേണ്ടി, ശർഈയായ ഇൽമ് തേടുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ ഹദീസിന്റെ പരിധിയിൽ പെടാൻ നമുക്ക് സാധിച്ചാൽ അത് നമുക്കൊക്കെ പെടാം. നമ്മൾ നാളെ മുതൽ ചിട്ടയോടുകൂടി അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ തുടങ്ങിയാൽ താലിബുൽ ഇൽമായി മാറും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും നമ്മൾ ഒരു പഠിക്കുന്ന ആളെന്ന് അറിയുന്നുണ്ടാവില്ല തുടക്കത്തിലൊന്നും. നമ്മൾ ആർക്കും വേണ്ടിയിട്ടല്ല, അള്ളാഹ്ക്ക് വേണ്ടി, നമ്മളുടെ ജഹല് നീക്കം ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പഠനം തുടങ്ങിയാൽ താലിബുൽ ഇൽമായി മാറാൻ സാധിക്കും. അത് ആയി കിട്ടി. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഓരോ മത്സ്യവും നമുക്ക് വേണ്ടി അള്ളാഹുവിന് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമാണ്. ഇൽമിന്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ തീരൂല. അപ്പൊ നോക്ക്,
ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയത്താരാണ്? ഉമ്മു സലമ. ഉമ്മു സലമ മരിച്ചിട്ട് 14 നൂറ്റാണ്ടായി. 14 നൂറ്റാണ്ട് മുമ്പ് ഉമ്മു സലമ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഹദീസ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളിത് ഓരോ ദിവസവും ഇത് ചൊല്ലുമ്പോൾ ആർക്കതിൻ്റെ കൂലിയുണ്ട്? അവർക്കതിൻ്റെ കൂലിയുണ്ട്. ഇന്ന് നമ്മൾ ഈ ഹദീസ് പറയുമ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എത്ര പ്രാവശ്യം പറഞ്ഞു? അത് ഇൽമിന്റെ പ്രത്യേകത, ഇൽമിന് മാത്രം കിട്ടുന്ന പ്രത്യേകതയാണ്. എത്ര ആൾ ഈ ഹദീസുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതിനൊക്കെ കൂലി അവരുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഇൽമിന് മാത്രം കിട്ടുന്നതാണ്. അതുകൊണ്ട് പഠന രംഗത്തേക്ക് പ്രവേശിക്കാൻ നമ്മൾക്ക് സാധിക്കും. അതിന് യാതൊരു തടസ്സവുമില്ല. എൻ്റെ പ്രൊഫഷൻ ഇതാണ്, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, ഞാനൊരു ഡ്രൈവർ, അതൊന്നും ഒരു തടസ്സമല്ല. അള്ളാഹുവിൻ്റെ അടുത്തൊന്നും തടസ്സമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥമായി ഈ രംഗത്തേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ രഹസ്യ പരസ്യ ജീവിതം നമ്മൾക്ക് ശരിയാക്കാൻ സാധിക്കണം. നമ്മുടെ ഈമാനിനെ നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇദാ അറദ്ത അൻ തഅരിഫ മദാ ഈമാനിക്, എൻ്റെ ഈമാനിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് അറിയണമെന്ന് ആഗ്രഹം, എൻ്റെ ഈമാൻ്റെ അളവ് എത്രയാണ്, എനിക്ക് എത്രത്തോളം ഈമാൻ ഉണ്ട് എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫറാഖിബ് നഫ്സക ഫിൽ ഖലവാത്ത്, അതാണ് ആരുമില്ലാത്ത സന്ദർഭത്തിൽ നീ നിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുക. ആരും കാണാനില്ലാത്ത സന്ദർഭത്തിൽ ഇരുട്ടിന്റെ മറവിൽ നീ എങ്ങനെയാണ്? രണ്ട് കാര്യങ്ങളുണ്ട്. ആരും കാണാത്ത സന്ദർഭത്തിൽ രഹസ്യ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ ആരാണ്, നിങ്ങൾ ആരാണ് പരിശോധിക്കുക. നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ. രണ്ടാമത്തെ തിന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ. ആരാരും കാണാനില്ലാത്ത സന്ദർഭത്തിൽ തിന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ ആരാണ്? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ? രഹസ്യ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? രഹസ്യ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നുണ്ടോ? അത് ശരിക്കും നമ്മൾ സത്യസന്ധമായിട്ട് മനസ്സിരുത്തിന്ന് പരിശോധിച്ചാൽ നമ്മുടെ ഈമാനിന്റെ അവസ്ഥ മനസ്സിലാകും. ആരും കാണാത്ത സന്ദർഭത്തിൽ വൃത്തികേടുകൾ കാണാനും കേൾക്കാനും നമുക്ക് യാതൊരു കൂസലും ഇല്ലെങ്കിൽ നമ്മുടെ ഈമാനിന്റെ ദുർബലതയാണ് അത് അറിയിക്കുന്നത്. ആരും കാണാത്ത സന്ദർഭത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, ദിക്ർ ചെയ്യാൻ, സദഖ കൊടുക്കാൻ, ഇങ്ങനെ രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ധാരാളം കർമ്മങ്ങളുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പരിശോധിക്കുക. ആത്മാർത്ഥമായി നമ്മൾ നമ്മളെക്കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ചല്ല, ഓനെങ്ങനെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ നമ്മളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുക. അപ്പൊ മനസ്സിലാവും നമ്മുടെ ഈമാന്റെ അവസ്ഥ എന്താണ്. ഈമാൻ പുതുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു തആലയോട് നിരന്തരം നമ്മൾ ദുആ ചെയ്യുക. ഈ പ്രാർത്ഥന ചൊല്ലാത്ത ഒരു ദിവസം ഇനി മുതൽ നമുക്ക് കടന്നു പോകാൻ പാടില്ല. അത് ചൊല്ലുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു ലക്ഷ്യബോധം ഒരു മുസ്ലിമിന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ദുആയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. തയ്യിബായ റിസ്ഖ്, ഹലാലായ സമ്പാദ്യം സമ്പാദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുന്ന അമലുകൾ ധാരാളമായി ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അൽ ഫിർദൗസുൽ അഅലയിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.